അതിനകത്ത് കണ്ടത് കണ്ടിട്ട് ഹാർട്ട് അറ്റാക്കിന് ഫസ്റ്റ് എയ്ഡായിട്ട് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തു. ഗുളികകൾ അത് ആദ്യം നമ്മൾ ലോഡിംഗ് ഡോസ് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം റെഫറൻസ് കൊടുത്തു. അപ്പോൾ തന്നെ റെഫറൻസ് കൊടുത്തായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് രോഗി കുഴഞ്ഞ് മരണപ്പെട്ടു പോയത്. തീരെ നഷ്ടം തന്നെയാണ്. കാരണം ആള് ഗുരുതരമായ BP ഉള്ള ആളായിരുന്നു. കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ ഏതൊരു ആളുടെ മരണവും കൃത്യമായിട്ടത് ആ കുടുംബത്തിനും സമൂഹത്തിനും ഒരു തീരാ നഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നത് അതിന് തുടർന്ന് എന്തെങ്കിലും രീതിയിൽ നമുക്കിവിടെ CCTV കവറേജ് ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് പരിശോധിച്ചതിന് ശേഷം നാളെ രാവിലെ തന്നെ എല്ലാവരുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും മൊഴി എടുത്തതിന് ശേഷം പ്രഥമ ദൃഷ്ട്യ അതിനകത്ത് ഏത് തരം കുറ്റവും വീഴ്ച അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉള്ളവർക്കെതിരെ നാളെ തന്നെ നടപടി എടുക്കും എന്നുള്ളത് തീർച്ചയായും. സൂപ്രണ്ട് മാത്രം പോരാ, DSP കൂടി ഉറപ്പ് തരണം. സൂപ്രണ്ട് ഹോസ്പിറ്റലിന്റെ ഭാഗമാണ്. ആശുപത്രി CCTV ക്യാമറ നിനക്ക് എന്ന് പറയും. ECG എടുക്കുന്ന ആ സ്ത്രീ പൈസ അടച്ചാലേ ECG എടുക്കുള്ളൂ എന്ന് ദർശിക്കുകയും ചെയ്യും. ഡോക്ടറെ കണ്ടാൽ ഈ പ്രശ്നം തീരുമായിരുന്നു. പക്ഷെ അത് രൂക്ഷമായി ഈ നടപടികളെ സെക്യൂരിറ്റിയെ ഇന്ന് തന്നെ മാറ്റണം. ഇന്ന് തന്നെ അടിയന്തരമായിട്ട് സെക്യൂരിറ്റിയെ ഇന്ന് പെരുമാറിയ സെക്യൂരിറ്റിയെ ഇന്ന് തന്നെ അടിയന്തരമായിട്ട് മാറ്റിവെക്കണം. സംവിധാനം ഉണ്ടാക്കണം. എന്നിട്ട് അന്വേഷണം മതി. മാറ്റി 6:55 OP ടിക്കറ്റ് എടുക്കാൻ വന്ന് എൻ്റെ കൂടെ വന്ന് ആട്ടോ ഡ്രൈവറെ എടുത്ത് തന്നിട്ട് പോയി. അപ്പോൾ ആദ്യം പറഞ്ഞു നിങ്ങൾ നേരെ അവിടെ പോകാൻ പറഞ്ഞു, EC എടുക്കാൻ പറഞ്ഞു. ഈ സെക്യൂരിറ്റിയാണ് EC എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് ഡോക്ടറെ ഒന്ന് കാണണം, ഡോക്ടർ എങ്ങനെ പറയുന്നു അത് തിരിച്ച് പറഞ്ഞു നിങ്ങൾ EC എടുക്കണം. ഞാൻ EC എടുത്ത് ഈ പയ്യനെ കൊണ്ട് പോയി. അപ്പോൾ ഉടനെ അവിടെ EC എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് അയക്കുന്നു. നിങ്ങൾ
ഒരു ഡോക്ടറെ കണ്ട് ചീട്ട് വച്ചിട്ട് വന്നു. ഞാൻ ഈ നല്ല ബോഡി വെയിറ്റുള്ള ഇയാളെയും കൊണ്ട് ഞാൻ അപ്പുറത്ത് പോകുന്നു. ഡോക്ടറെ അടുത്ത് ഞാൻ തള്ളി അകത്ത് കയറിയപ്പോൾ ഡോക്ടറെ എഴുതി തന്നു അറ്റാക്കാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നത്. ആൾക്കാരെല്ലാം ഒരു ഒറ്റയ്ക്കാണ് അകത്ത് കയറ്റിയത്. സെക്യൂരിറ്റി മോശമായിട്ടാണ് മോശമായിട്ടാണ് എടുത്തത്. ആ പേഷ്യന്റിന് തനിയെ ഈസി എടുക്കാൻ വേണ്ടി കട്ടിൽ കയറ്റി കിടക്കും. സൂപ്രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയും. ഈ ആരോപണം ഉന്നയിക്കുന്നത് ശരിക്കും സെക്യൂരിറ്റിയുടെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം അന്വേഷണം പൂർത്തിയാകുന്നത് വരെ ആ സെക്യൂരിറ്റി സ്റ്റാഫിനെ മാറ്റി നിർത്താനായിട്ട് ഇപ്പോൾ തൊട്ട് നടപടിയുണ്ടാകും. നമുക്ക് പകരം ഡ്യൂട്ടിക്ക് ആളിനെ വീട്ടിൽ വിളിച്ച് വരുത്തിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ അത് നാളെ തന്നെ ബാക്കി തുടർ നടപടി സ്വീകരിക്കുന്നത്.